പണ്ട് അമ്മയുടെ കൂടെ ഇരുന്നേ മലയാളം ആദ്യ പാഠം പഠിച്ചത് ഇങ്ങനെ മുറ്റത്തിരുന്നിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പിള്ളേരുടെ കൂടെ ഇങ്ങനെ ഇരുന്നപ്പോൾ അത് ഓർമ്മ വന്നു കേട്ടോ, കളിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ. അമ്മ ഇങ്ങനെ മണ്ണിൽ എഴുതിയിട്ട്, അവിടെ വീടിൻ്റെ ഉമ്മർത്ത് ഇതേപോലത്തെ മണ്ണല്ല, നല്ല പഞ്ചാര മണലാണ്, കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല പഞ്ചാര മണലാണ്. അപ്പം ഇറയത്ത് ഇങ്ങനെ ഇരുന്ന അമ്മ ചെറിയ വടിയോ ഈർക്കിലിയോ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും കല്ലിൻ്റെ പീസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എഴുതി തരും. അപ്പോൾ ആദ്യമായിട്ട് എഴുതാൻ പഠിച്ചത് ഇങ്ങനെയാണ്, പുസ്തകവും പേനയോ സ്ലേറ്റൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ എഴുതി വരച്ച് എഴുതി തരും. അങ്ങനെ എഴുതും. അപ്പം ഞാനതുപോലെ ശ്രമിക്കും. അതുപോലെ ചിലപ്പോൾ പൂവൊക്കെ ആയിരിക്കും അമ്മ വരച്ച് തരണം, അവിടെ താമരയോ മിയാമിയുമാക്കി അമ്മ ആക്കിണ്ടേ, ഇങ്ങനെ താമരയൊക്കെ വരച്ച് തരും. ഇങ്ങനെയൊക്കെയാണ്. വരയ്ക്കാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല കേട്ടോ, വെറുതെ ഭംഗിക്ക് ഇങ്ങനെ കളിച്ച് പഠിച്ച് ഇങ്ങനെയാണ് പഠിച്ചത് എന്ന് പെട്ടെന്ന് തന്നെ. ഇപ്പോൾ കൊച്ച് ഇവിടെ ഇരുന്ന് കളിക്കണം, മണ്ണിൽ ഇങ്ങനെ ഇരുന്ന് എഴുതി കളിക്കണം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഓർമ്മ വന്നപ്പോൾ ചെയ്തതാണ് കേട്ടോ. ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കുറേ കൂടെ എളുപ്പത്തിന് അവർ പഠിക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇതാണ്. അക്ഷരങ്ങളൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമുള്ള, മണ്ണിൽ കളിക്കാൻ പറഞ്ഞാൽ ഏത് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത. അപ്പോൾ ഇതേപോലെ എഴുതി നമ്മളും അവരുടെ കൂടെ കുറച്ച് സമയം ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇരുന്ന് മണ്ണിൽ എഴുതിയൊക്കെ കളിക്കുമ്പോൾ അവരും പഠിക്കും, മണ്ണിൽ കളി നടക്കും, ഒപ്പം പഠിത്തവും നടക്കും. അങ്ങനെ അപ്പോൾ അമ്മ ഇങ്ങനെ എഴുതി തരും. അവിടെ പക്ഷേ ഈ മണ്ണിൽ എഴുതുമ്പോൾ അത്ര ഭംഗി എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ വീട്ടിലെ മണ്ണ്, തറവാട്ടിലെ മണ്ണ് വളരെ രസമായിരുന്നു. അങ്ങനെ നല്ല പഞ്ചാര മണ്ണല്ല, അപ്പോൾ അതിൽ എഴുതുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്, അക്ഷരങ്ങൾക്കൊക്കെ. എന്നിട്ട് ഇങ്ങനെ പേരൊക്കെ ആയിരിക്കും ആദ്യം എഴുതി നോക്കാം, പേര് വാക്കുകളൊക്കെ ഇങ്ങനെ എഴുതി എഴുതി. അമ്മ മിയാമിയുടെ പേര് എഴുതില്ല, മിയാമി പേര് എഴുതാട്ടാ, മിയാമി എഴുതാം, മിയാമി ഇങ്ങനെയൊക്കെ എഴുതി. എൻ്റെ പേരൊക്കെ അമ്മ ഇങ്ങനെ എഴുതി തരും. അപ്പം അങ്ങനെ എഴുതുമ്പോൾ രസമാണ്. വിരലുകൊണ്ട് എഴുതുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും തോന്നുന്നു. അത് വേണ്ട, അത് വേണ്ട. അമ്മ എഴുതി നോക്കി കണ്ട, മിയാമി എഴുതി, മിയാമിയുടെ പേര് എഴുതിയേ കണ്ട. ഇങ്ങനെയൊക്കെ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ പഠിക്കാനും കളിക്കാനും രണ്ടും. പഠനം കളിയായിട്ട് എടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഇഷ്ടമാവും. ഭാഷ പഠിക്കും, വാക്കുകൾ അക്ഷരങ്ങൾ ഉറക്കും. അതൊരു നല്ല മാർഗ്ഗമാണ് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ.